എൻ്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു. വരൻ ഞാൻ തന്നെ. ഈ ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. മലയാളികളുടെ സ്വന്തം ധർമ്മജൻ ഭാര്യ അനുജയുമായി വീണ്ടും വിവാഹിതയായിരിക്കുന്നു. എന്താണ് ഇപ്പോൾ വീണ്ടും കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹം? രേഖകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, കല്യാണം കഴിച്ചുകൊണ്ട് രണ്ട് ദമ്പതികൾ വളരെ കംഫർട്ടബിളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് കല്യാണത്തിലൂടെയല്ല ഇതാകുന്നത്, അത് അവരുടെ മനസ്സുകളിലൂടെയാണ്. ഒരു ഒപ്പുകളിലൂടെയോ ഒരു താലിയിലൂടെയോ അല്ലെങ്കിൽ മാലയിലൂടെയോ ഒന്നുമല്ല ഇത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ രേഖകൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു കല്യാണത്തിന് തിരഞ്ഞെടുത്തത്. ഞാൻ അവളായിട്ട് സംസാരിച്ചു. അപ്പോൾ ഓക്കെയാണ്. നാളെ ഒരു ഭാവിയിലേക്ക് നമ്മുടെ പിള്ളേർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും. ഞാൻ പറയുന്നത് എൻ്റെ ഒരു കല്യാണം ഒരു നാളെ ഒരാൾക്ക് ഇതാണ്. കാരണം എൻ്റെ പോലെ കല്യാണം കഴിച്ചാൽ ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ അവരും നാളെ ഇതുപോലെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നാണ് ഞാൻ പറയാറ്. 16 വർഷം മുൻപ് ഒളിച്ചോടിയാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ അറിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ വീണ്ടും ഒരു മണവാട്ടി ആ ഒരു വേഷത്തിലൊക്കെ വിവാഹം കഴിക്കുന്നത്, ആ ഒരു മക്കളെ സാക്ഷിയാക്കി വിവാഹം കഴിക്കുന്നത്, അതൊക്കെ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. എന്ത് തോന്നുന്നു? എന്നെക്കാളും കൂടുതൽ മക്കൾക്കായിരുന്നു ഇങ്ങനെ ഒരു ഇത് റെഡിയായി ഫോട്ടോയൊക്കെ എടുക്കുക, കല്യാണം കഴിക്കാമെന്ന് പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് ഈ ഒളിച്ചോടി വിവാഹം കഴിക്കുമ്പോൾ അന്ന് ഇതേപോലെ വേഷമൊക്കെ ഇട്ട് കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നു? സാരി ആയിരുന്നു, എന്നാലും ഇതേപോലെ അല്ലായിരുന്നു. അത് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. പക്ഷേ ആ ഫോട്ടോയൊക്കെ ഞങ്ങളുടെ നിന്ന് പോയി. അതൊക്കെ ആരും എടുത്ത ഫോട്ടോയാണ്. അന്ന് ഞങ്ങൾ ഈ ടെൻഷൻ്റെ പുറത്ത് അതെടുക്ക് ഇതെടുക്ക് ഇങ്ങോട്ട് അയക്ക് അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. 16 വർഷം മുമ്പല്ലേ. അപ്പോൾ അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ താലിയുടെ ഫോട്ടോയോ ഒന്നുമില്ലായിരുന്നു. ആരുടെയൊക്കെയോ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അവരുടെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ ആവശ്യത്തിൽ കൂടുതൽ ഫോട്ടോ ഉണ്ട്. നിങ്ങളുടെ കുറേ ചാനലുകാരുടെയും കയ്യിലുണ്ട്. ഇപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത്, എല്ലാവരും ഇവിടെ എത്തിയതും. അപ്പോൾ ആരാധകരും സുഹൃത്തുക്കളൊക്കെ പിന്നീട് ആയിരിക്കുമല്ലോ ഇത് അറിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എന്തൊക്കെയാണ് പറയും? എന്നോട് പിഷാരടി അടക്കം പറഞ്ഞു, ദൈവത്തോട് നീ മര്യാദക്കൊന്ന് പറയേ, നിൻ്റെ ഭാര്യ വിവാഹിതമാവുന്നു എന്ന് പറയുമ്പോൾ നിൻ്റെ ഭാര്യ നിന്നെ വിട്ടിട്ട് പോകണേണോ? അപ്പം ഞാൻ പറഞ്ഞു, എടാ ഞാൻ വളരെ മര്യാദയായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യ വിവാഹിതയാവുന്നു, വരൻ ഞാൻ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്താ, ഇനി രണ്ടാമത്തെ പോസ്റ്റൊന്നും ഞാൻ ഇടില്ല, അത് പ്രതീക്ഷിക്കാൻ വേണ്ട. നീ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ആൾക്കാരോട്. എനിക്കിവിടെ കിടക്കപ്പുറത്തില്ല, ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, അവൻ ആ പെണ്ണിനെ ഉപേക്ഷിച്ചോ എന്നൊക്കെ ചോദിച്ചോ, ഇത്ര നാറിയണമെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാനൊന്നുമില്ല. ഇത്രേ ഉള്ളൂ, ഇടാനുള്ളത് ഇട്ടിട്ടുണ്ട്, അത് മതി, ബാക്കി എല്ലാവരും കണ്ടോട്ടെ. 16 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിവാഹിതരായിരിക്കുകയാണ് ധർമ്മജനും ഭാര്യ അനുജയും. ക്യാമറമാൻ അഫ്സലിനൊപ്പം കീർത്തി മോഹൻ, കൈരളി ന്യൂസ്.